ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പ്രേമം സീരീസിൻ്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പൊക്കെ തന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അധ്യായം 598. സഞ്ജനയും നീലിമയും മുഖാമുഖം. സ്റ്റാർഡം മീഡിയയിൽ തൻ്റെ ഓഫീസ് റൂമിലിരിക്കുകയാണ് നീലിമ. ആ സമയത്ത് തന്നെ മൊബൈൽ എടുത്തുകൊണ്ട് തന്നെ ഈ കള്ളക്കഥകളൊക്കെ സ്ക്രോൾ ചെയ്തുകൊണ്ട് വായിച്ചു കൊണ്ടിരിക്കുകയാണ് നീലിമ. പെട്ടെന്നാണ് അവളുടെ കണ്ണിൽ ഒരു പോസ്റ്റ് കണ്ണിൽപ്പെട്ടത്. അത് കണ്ടപാടത്തിന് നീലിമയ്ക്ക് എന്തോ ഒരു ഉൾവലി തോന്നുകയാണ്. സ്റ്റാർഡം മീഡിയ ഏറ്റെടുക്കാൻ ഉറച്ച സഞ്ജയ് മുഖർജി എന്നായിരുന്നു ആ ഒരൊറ്റ പോസ്റ്റിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത്. ആ വാർത്തയുടെ ഹെഡ്ലൈൻ വായിച്ചപ്പോൾ തന്നെ നീലിമയുടെ ഹൃദയം കിതച്ചു തുടങ്ങി. അവൾ പെട്ടെന്ന് ന്യൂസിൻ്റെ ലിങ്കിൻ്റെ താഴെ അങ്ങ് ക്ലിക്ക് ചെയ്തപ്പോൾ ആ റിപ്പോർട്ട് ഫുള്ളങ്ങ് വായിച്ചു നോക്കുകയാണ്. ആരാണ് ഈ ഒരു സ്റ്റാർഡം മീഡിയ ഏറ്റെടുക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചത് എന്നൊക്കെ അവളുടെ മനസ്സിൽ ഒരുപാടധികം ചോദ്യങ്ങൾ വന്നു നിറയുകയാണ്. സാമ്പത്തികമായി തകർന്നു കിടക്കുന്ന ഒരു നിലയിലാണ് സ്റ്റാർഡം മീഡിയയുടെ ഇപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ട് സഞ്ജയ് മുഖർജി കമ്പനി ഏറ്റെടുക്കാൻ പോകുന്നു എന്ന വാർത്തകളാണ് മുന്നോട്ട് കേട്ടുകൊണ്ടിരിക്കുന്നതും. വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ മറുപടികളും അതുപോലെ തന്നെ വാർത്തകളും പ്രതീക്ഷിക്കാമെന്നൊക്കെയാണ് ആ ഒരു പോസ്റ്റിലുള്ളത്. സ്റ്റാർഡം മീഡിയ വൻ സാമ്പത്തിക തകർച്ച നേരിടുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഊഹാപോഹങ്ങൾ സത്യം തന്നെ ആയേക്കാമെന്നൊക്കെ ആ ഒരു വാർത്ത വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റും. ഇത് കണ്ട് നീലിമക്കാകെ ദേഷ്യം വന്ന് അവളുടെ മുഖമൊക്കെ ചുവന്നു വന്നിരിക്കുകയാണ്. അവൾ തൻ്റെ മൊബൈലിലിരിക്കുന്ന പെട്ടെന്നാണ് നീലിമ അവളുടെ കയ്യിലിരിക്കുന്ന ആ ഒരു മൊബൈൽ ദേഷ്യത്തോടു കൂടി ആ ഒരു ടേബിളിലേക്ക് അങ്ങ് വെക്കുന്നത്. എന്നിട്ട് പെട്ടെന്ന് നീലിമയുടെ ആ ഒരു കോപം നിറഞ്ഞ മുഖഭാവം മാറ്റം കണ്ട സമയത്തിന് മാഡം നല്ല ദേഷ്യത്തിലാണെന്ന് തോന്നുന്നുണ്ടല്ലോ, എന്ത് പറ്റി? പ്രിയങ്കയാണ് അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കുന്നത്. അവളുടെ ചോദ്യം കേട്ടപ്പോൾ നീലിമ തൻ്റെ മൊബൈൽ എടുത്തുകൊണ്ട് പ്രിയങ്കയ്ക്ക് നേരെ അങ്ങ് നീട്ടി. എന്നിട്ട് നീലിമയെ നോക്കിക്കൊണ്ട് തന്നെ പ്രിയങ്ക ആ ഒരു ഫോൺ വാങ്ങിച്ചു. എന്നിട്ട് ആ ഫോണിലേക്ക് നോക്കുന്ന സമയത്തിന് സ്റ്റാർഡം മീഡിയ സഞ്ജയ് എന്ന് പറയുന്ന ഒരാൾ ഏറ്റെടുത്തു എന്ന തരത്തിലുള്ള ആ ഒരു പോസ്റ്റ് വായിച്ച് അവളുടെ മുഖഭാവം ഒന്ന് ഇരുണ്ടു പോവുകയാണ് പ്രിയങ്കയുടെ. എന്തൊക്കെയാ മാഡം ഇവരെ എഴുതി പിടിപ്പിച്ച് വെച്ചിരിക്കുന്നത്? പ്രിയങ്ക ചോദിച്ചു. നമുക്ക് കമ്പനിക്കെതിരെ സഞ്ജയ് ഇങ്ങനൊരു ഉദ്ദേശമുണ്ടെന്ന് ഇതിനു മുന്നേയും ഇങ്ങനത്തെ ഒരു റൂമേഴ്സൊക്കെ ഞാൻ കേട്ടിരുന്നു. പക്ഷേ ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്നുള്ളത് നമുക്കറിയേണ്ടിയിരിക്കുന്നു. അയാൾക്ക് അങ്ങനൊരു ഉദ്ദേശമുണ്ടെങ്കിൽ അത് നല്ലതിനല്ല. നീലിമ ദേഷ്യത്തോടെ കൈകളൊക്കെ കൂട്ടിത്തിരുമ്മിക്കൊണ്ട് തന്നെ പറഞ്ഞു. അയാൾ എന്തിനാണ് മാഡം നമ്മുടെ കമ്പനി ലക്ഷ്യമിടുന്നത്? പ്രിയങ്ക ചോദിച്ചു. അത് അയാളോട് തന്നെ ചോദിക്കേണ്ടി വരും. നമ്മൾ കഷ്ടപ്പെട്ട ഈ നിലയിൽ പടുത്തുയർത്തിക്കൊണ്ടുവന്ന ഈ കമ്പനിയെ മറ്റൊരാൾ തട്ടിയെടുക്കുന്നത് കാണാൻ എനിക്ക് നോക്കി നിൽക്കാനൊന്നും പറ്റില്ല, നീലിമ പറഞ്ഞു. അത് തടയാൻ നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നീലിമയുടെ ആശങ്കയോടു കൂടിയാണ് പ്രിയങ്ക ഇതൊക്കെ പറയുന്നത്. മാഡത്തിൻ്റെ മനസ്സിലെന്തോ ഇതിനെതിരെ എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് മാഡം ഉദ്ദേശിക്കുന്നത്? പ്രിയങ്ക ചോദിച്ചു. സഞ്ജയ് മുഖർജിയെ ഞാൻ നേരിടാൻ പോവാണ്. ഇന്ന് വൈകുന്നേരം അയാൾ ഒരു ബിസിനസ് മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവൻ്റ് നടക്കുന്ന അടുത്തുള്ള ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ അയാളുമായിട്ടുള്ള ഒരു മീറ്റിംഗ് എനിക്ക് അറേഞ്ച് ചെയ്യണം. ഈ വിഷയത്തെപ്പറ്റി അയാളോട് നേരിട്ട് സംസാരിച്ചാലല്ലേ ശരി. എന്താണ് സഞ്ജയുടെ മനസ്സിലെ ഉദ്ദേശമെന്ന് നല്ലതുപോലെ അറിയണമല്ലോ. നീലിമയുടെ മനസ്സിലുള്ള ഓരോ തീരുമാനങ്ങളും ഉറച്ചത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ നീലിമ പറഞ്ഞു. നീലിമ പ്രിയങ്കയുടെ മുഖത്ത് നോക്കി ഈ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്തിന് പ്രിയങ്ക നീലിമയായിട്ട് പറഞ്ഞു. അതെ, അത് വേണം മാഡം. അതിൻ്റെ കൂടെ നിങ്ങളുടെ കൂടെ എന്തിനും ഏതിനും ഞാൻ കൂടെ ഉണ്ടാവും. നമ്മുടെ കമ്പനി തകർക്കാൻ എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ഞാൻ അതിന് സമ്മതിക്കില്ല. അത് എല്ലാത്തിനും ഞാൻ മാഡത്തിൻ്റെ കൂടെ ഉണ്ടാവുമെന്നൊക്കെ പ്രിയങ്ക ഉറപ്പ് കൊടുത്തു. അന്ന് വൈകുന്നേരം സഞ്ജയ് മുഖർജിയുമായിട്ട് നീലിമ വൈകുന്നേരം ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാണ്. അയാൾ തൻ്റെ സ്റ്റാർഡം മീഡിയ ലക്ഷ്യമിട്ടു എന്നറിയുന്നതോടുകൂടി തന്നെ നീലിമ വളരെയധികം അസ്വസ്ഥയിലാണ്. എന്തായാലും നീചമായ ഈ പദ്ധതിയിലൂടെ സഞ്ജയ് തൻ്റെ കമ്പനിയെ അടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള ആ ഒരു കാര്യം നീലിമ മനസ്സിലാക്കി. അതോർത്തുകൊണ്ടിരിക്കുമ്പോൾ നീലിമയ്ക്ക് തന്നെ അവളോട് ഭയങ്കര ദേഷ്യം തോന്നുകയാണ്. അതിനിടയ്ക്ക് നീലിമയ്ക്ക് ചില വിവരങ്ങളൊക്കെ കിട്ടി. അതിനെക്കുറിച്ച് സഞ്ജയോട് വ്യക്തമായി ചോദിച്ച് സംസാരിച്ച് പരസ്പരം ധാരണയിലെത്താമെന്നൊക്കെ നീലിമ തീരുമാനിച്ചു. അങ്ങനെ സാധാരണമായിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ സഞ്ജയ് മുഖർജിയുടെ വരവും കാത്തുകൊണ്ടിരിക്കുകയാണ് നീലിമ. 5 മണിക്ക് ഇരുവരും കാണാൻ വേണ്ടിയിട്ടാണ് തീരുമാനിക്കുന്നത്. കൃത്യസമയം 4:30 തന്നെ നീലിമ അങ്ങോട്ടേക്ക് എത്തി. 5 മണിയാവാറായപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിൽ അകത്തേക്ക് കയറാനുള്ള ആ ഒരു തയ്യാറെടുപ്പിൽ സഞ്ജയും അവിടെ തന്നെ എത്തിയിരുന്നു. ഗുഡ് ഈവനിങ് നീലിമ, നൈസ് ടു മീറ്റ് യു. ആത്മവിശ്വാസത്തോടു കൂടിയാണ് നീലിമയോട് സഞ്ജയ് പറഞ്ഞത്. സഞ്ജയ് അവൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരിയൊക്കെ വിരിയിച്ചുകൊണ്ടാണ് ഒരു ഷെയ്ക്ക് ഹാൻഡിന് വേണ്ടി നീലിമയുടെ അടുത്തേക്ക് കൈനീട്ടുന്നത്. അവനെ കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്ന് തിരിച്ചും ഒരു ഷെയ്ക്ക് ഹാൻഡൊക്കെ കൊടുക്കുകയാണ് നീലിമ. ഇരുവരും പരസ്പരം നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടേക്കും പുഞ്ചിരിച്ചു കൊടുത്തു. അവർ രണ്ടുപേരും അവരുടെ ആ ഇരിപ്പിടങ്ങളിൽ തന്നെ ഇരുന്നു. സഞ്ജയുടെ മുഖത്തെ ഭാവങ്ങളൊക്കെ എന്താണ് എന്ന് പഠിക്കുകയാണ് നീലിമ. പക്ഷേ വളരെ തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് സഞ്ജയ് തൻ്റെ മുന്നിലിരിക്കുന്നത് എന്നുള്ള കാര്യം നീലിമ അപ്പോഴേ മനസ്സിലാക്കിയിരുന്നു.
എന്താണ് നിങ്ങൾ ഞാൻ ഇവിടെ ഇരിക്കുന്ന സമയത്ത് തന്നെ കാണാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നതിൽ എനിക്ക് നിങ്ങളോട് വളരെയധികം റെസ്പെക്റ്റ് ഉണ്ട് എന്നൊക്കെ നീലിമ സഞ്ജയുടെ അടുത്ത് പറയുന്നുണ്ട്. നമുക്ക് സമയം പാഴാക്കാത്ത കാര്യത്തിലേക്ക് കടക്കാം. നീലിമ സംഭാഷണത്തിന് തുടക്കമിടാണ്. നീലിമയ്ക്ക് എന്നോട് കാര്യമായിട്ട് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നല്ലോ. എന്താണെങ്കിലും പറഞ്ഞോളൂ, സഞ്ജയ് നിവർന്നിരുന്നു കൊണ്ട് ചോദിച്ചു. ഞാൻ എന്തിനാണ് സഞ്ജയെ കാണണമെന്ന് പറഞ്ഞ് വിളിച്ചത് എന്ന് നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ അല്ലേ? സഞ്ജയ് സ്റ്റാർഡം മീഡിയ എടുക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള കുറച്ച് റൂമേഴ്സൊക്കെ ഞാൻ കേട്ടിരുന്നു. അതിൽ എത്രത്തോളം വാസ്തവമുണ്ടെന്ന് നിങ്ങളിൽ നിന്ന് തന്നെ എനിക്ക് നേരിട്ടറിയണം. അതെനിക്ക് അറിയണമെന്നുണ്ട്. നിങ്ങളും കേട്ടിട്ടുണ്ടാവുമല്ലോ ഈ ഒരു വാർത്ത. അതിനെക്കുറിച്ച് സഞ്ജയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഞാൻ കേട്ടതിൽ എന്തെങ്കിലും കളങ്കമുണ്ടോ? ഇതൊക്കെ പറഞ്ഞ് നീലിമ ചോദ്യഭാവത്തിൽ സഞ്ജയെ നോക്കി. ആ വാർത്തയെക്കുറിച്ച് ഞാനും കേട്ടിരുന്നു. ഒടുവിൽ നിങ്ങൾ ആ പ്രശ്നം പരിഹരിക്കാൻ തീരുമാനിച്ചപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. നമുക്ക് രണ്ടുപേർക്കും അനുകൂലമായ രീതിയിലുള്ള ഒരു കരാർ ഉണ്ടാക്കാൻ ഞാൻ ഇനിയും വൈകിക്കേണ്ട അല്ലേ? ആകർഷകമായ ഒരു പുഞ്ചിരിയോട് കൂടിയാണ് സഞ്ജയ് ഇത് പറഞ്ഞത്. പക്ഷേ അയാളുടെ ആ ഒരു പുഞ്ചിരി നിറഞ്ഞ വാക്കുകൾ നീലിമയിൽ വളരെയധികം അസ്വസ്ഥയുണ്ടാക്കി. മിസ്റ്റർ സഞ്ജയ്, നിങ്ങളുമായി ഞാൻ എന്തിന് കരാറുണ്ടാക്കണമെന്ന് ചോദിക്കുമ്പോൾ നീലിമയുടെ കണ്ണൊക്കെ കോർത്തുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്. സ്റ്റാർഡം മീഡിയ ഏറ്റെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്ത് വില കൊടുത്തും അത് സ്വന്തമാക്കാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. നീലിമ സഹകരിച്ചാൽ നമുക്ക് പരസ്പര ധാരണയിൽ മുന്നോട്ട് പോവാം. സഞ്ജയുടെ ആ ഒരു തുറന്നു പറച്ചിൽ നീലിമയിൽ പകച്ചു പോവാണ്. ആ ഒരു പെരുമാറ്റത്തിൽ നീലിമയ്ക്ക് വളരെയധികം ദേഷ്യം വന്നു. സഞ്ജയ്, സ്റ്റാർഡം മീഡിയയുടെ നിയന്ത്രണം ഉപേക്ഷിക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നിൽ നിന്നും അത് തട്ടിപ്പറിക്കാമെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. അതിൽ നിങ്ങൾ ഒരിക്കലും വിജയിക്കാനും പോകുന്നില്ല. നീലിമ അവനിൽ തന്നെ ഒരു നോട്ടമുറപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അവളുടെ മറുപടി കേട്ടപ്പോൾ സഞ്ജയുടെ മുഖത്തെ പുഞ്ചിരി അപ്രത്യക്ഷമാവാണ്. പകരം അവൻ്റെ മുഖത്ത് കർക്കശമായ ഭാവങ്ങളും മറ്റും വന്നു. നീലിമ, നിങ്ങൾ സ്റ്റാർഡം മീഡിയയുടെ മേൽ നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പ്രശ്നം അതുതന്നെയാണല്ലോ. പക്ഷേ നിങ്ങളുടെ കമ്പനിയുടെ നിലനിൽപ്പ് തന്നെ ഇപ്പോൾ ഡേഞ്ചർ സോണിലാണല്ലോ ഉള്ളത്. അതിനാവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായങ്ങളൊക്കെ നൽകാൻ എനിക്ക് സാധിക്കും. ഞാനുമായിട്ടുള്ള ഡീലിന് തയ്യാറാവുകയാണ് നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ സ്റ്റാർഡം മീഡിയയിൽ വൻ തകർച്ചയിലേക്ക് കൂപ്പുകുത്തി വീഴില്ലേ? നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. സ്റ്റാർഡം മീഡിയ ആശ്രയിച്ച് ഒരുപാട് ആളുകൾ ജോലി ചെയ്ത് ജീവിക്കുന്നതല്ലേ. കമ്പനിയുടെ തകർച്ച അവരെ ഒരിക്കലും ബാധിക്കാനും പാടില്ല. അതുകൊണ്ട് ആലോചിച്ച് വേണം ഇതിനൊക്കെ മറുപടി പറയാൻ എന്ന് സഞ്ജയ് ഭീഷണി സ്വരത്തിൽ തന്നെ നീലിമയോട് പറഞ്ഞു. സഞ്ജയ്, നിങ്ങൾ എന്നെ വില കുറിച്ചൊന്നും കാണണ്ട. ഈ നിലയിലേക്ക് വളർത്തിയെടുക്കാൻ ഞാൻ ഒരുപാടധികം പ്രയത്നിച്ചിട്ടുണ്ട്. സ്റ്റാർഡം മീഡിയ ഏറ്റെടുക്കാനുള്ള നിങ്ങളുടെ തന്ത്രപരമായ നീക്കങ്ങളെ ഞാൻ ഒരുപാടധികം കേട്ടിട്ടുണ്ട്. ഞാൻ ഉറപ്പു തരുന്നു, നിങ്ങൾ ഒരിക്കലും എന്നോടൊപ്പം പ്രവർത്തിക്കാൻ ഒന്നും പോകുന്നില്ല. ഈ കമ്പനി ഇത്ര വലിയ രീതിയിൽ വളർത്തിയെടുക്കാൻ എനിക്ക് കഴിയുമെങ്കിൽ ഇപ്പോൾ നേരിടുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടാൻ എനിക്ക് തന്നെ അറിയാം. നീലിമയുടെ സ്വരം ഉറച്ചത് തന്നെയായിരുന്നു. പക്ഷേ സഞ്ജയുടെ മുഖം കോപം കൊണ്ട് ചുവന്നു തുടുക്കുന്നത് നീലിമ ആ സമയം ശ്രദ്ധിച്ചിരുന്നു. നീലിമ, സ്റ്റാർഡം മീഡിയ ഏത് നിമിഷം വേണമെങ്കിലും തകർന്നു വീണേക്കാം. എന്നിട്ട് നിങ്ങൾക്ക് അഹങ്കാരം തന്നെയാണല്ലേ? സമ്മതിച്ചു തന്നിരിക്കുന്നു ഞാൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് തന്നെ സഞ്ജയ് ഒരു തുണ്ട് പേപ്പർ എടുത്ത് അതിൽ എന്തോ എഴുതി അവൾക്ക് നേരെ നീട്ടുകയാണ്. നീലിമ അത് വാങ്ങിച്ചു. ഇതെന്താ സഞ്ജയ്? അവൾ മനസ്സിലാവാത്ത ഭാവത്തിൽ ചോദിച്ചു. അതിൽ എഴുതിയിരിക്കുന്ന സംഖ്യയാണ് ഞാൻ നിങ്ങളുടെ കമ്പനിക്ക് നിശ്ചയിച്ചിരിക്കുന്നത്. സഞ്ജയ് പറഞ്ഞത് കേട്ടിട്ട് നീലിമ ആ ഒരു തുണ്ട് പേപ്പർ അങ്ങ് വലിച്ചു കീറി നിലത്തിട്ടു. എന്നിട്ട് പറയുന്നത്, സഞ്ജയ്, എനിക്കിതിനൊന്നും താല്പര്യമില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സ്റ്റാർഡം മീഡിയ നിങ്ങൾക്ക് വിലക്ക് വാങ്ങിക്കുന്ന കാര്യം പറയാനല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. നിങ്ങൾ എൻ്റെ കമ്പനിയെ നോട്ടം വിട്ടിരിക്കുകയാണല്ലോ. അത് പിൻവലിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് തന്നെ. അത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. അത് പറയുമ്പോൾ നീലിമയുടെ മുഖത്ത് അവനോടുള്ള ആ ഒരു പുച്ഛവും വെറുപ്പും ദേഷ്യമൊക്കെ നിറഞ്ഞു നിന്നിരുന്നു. വാവ് നീലിമ, തനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഓഫറാണ് ഞാൻ ഇപ്പം നിങ്ങൾക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത്. എന്തിനാ അത് നിരസിക്കുന്നത്? കമ്പനിയോടുള്ള സ്നേഹമാണോ അതോ നിങ്ങളുടെ അഹങ്കാരമാണോ? സഞ്ജയ് അവളെ പരിഹസിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. സ്റ്റാർഡം മീഡിയയോടുള്ള എൻ്റെ സ്നേഹം നിങ്ങൾക്ക് മനസ്സിലാക്കിയതിനും അപ്പുറമാണ്. അതിന് വിലയിടാൻ നിങ്ങൾക്കൊരിക്കലും കഴിയില്ല. ഈ കമ്പനി ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ഭാഗം തന്നെയാണ്. സ്റ്റാർഡം മീഡിയയും അവിടുത്തെ ഓരോ സ്റ്റാഫും എനിക്ക് എൻ്റെ കുടുംബത്തെ പോലെയാണ്. അതുകൊണ്ട് തന്നെ ഈ കമ്പനിയെ തെറ്റായ കൈകളിൽ വീഴാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. നിങ്ങളുടെ കയ്യിൽ ധാരാളം പണം ഉണ്ടായിരിക്കാം എന്ന് കരുതി എൻ്റെ ടീമിലെ വിശ്വാസത്തെയും നിശ്ചയദാർഢ്യത്തെയും നിങ്ങൾ ഒരിക്കലും വില കുറച്ച് കാണരുത്. നീലിമ കിതപ്പോടുകൂടെ തന്നെ സഞ്ജയ്ക്ക് നേരെ തിരിഞ്ഞു. നീലിമ, നിങ്ങളുടെ കമ്പനി നേരിടുന്ന ഗുരുതരമായ സാമ്പത്തിക പ്രശ്നം, ആ ഒരു സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ എന്ന് കരുതിയിട്ടില്ല. നിങ്ങളത് മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിൽ നിന്നും രക്ഷപ്പെടാൻ നിങ്ങൾക്ക് പറ്റുകയുള്ളൂ. എൻ്റെ തീരുമാനങ്ങൾക്ക് വഴങ്ങുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. സഞ്ജയ് അവളെ ഭയപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ നീലിമ പതറിയില്ല. സഞ്ജയ്, സ്റ്റാർഡം മീഡിയയുടെ സാമ്പത്തിക സ്ഥിതി മറ്റൊരാളെക്കാളും നന്നായിട്ട് എനിക്കറിയാം. ഞങ്ങളുടെ കമ്പനി ഐഡൻറ്റിറ്റി തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇങ്ങനൊരു ഓഫർ മുന്നോട്ട് വെച്ചത് എന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ അതൊരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല.
ഞാൻ അതിനെ ഒരിക്കലും അനുവദിക്കില്ല. നീലിമയുടെ മുഖത്ത് ആത്മവിശ്വാസം നിറഞ്ഞു നിന്നിരുന്നു. സഞ്ജയുടെ നിരാശ അവൻ്റെ മുഖത്തെ ആ ഭാവങ്ങളിൽ നിന്ന് തന്നെ നീലിമ വായിച്ചെടുത്തു. സാമ്പത്തിക അവസ്ഥ വളരെയധികം മോശ അവസ്ഥയായതുകൊണ്ട് തന്നെ നീലിമ തൻ്റെ ആ ഒരു ഓഫറിന് മുന്നിൽ വഴങ്ങുമെന്നാണ് സഞ്ജയ് വിചാരിച്ചത്. പക്ഷേ അവൾ വഴങ്ങാതിരുന്നത് കണ്ടപ്പോൾ സഞ്ജയുടെ കോപം വർദ്ധിക്കുകയാണ്. നീലിമ, ബിസിനസ് നല്ല രീതിയിൽ തന്നെ നടത്തിക്കൊണ്ടുപോകാനുള്ള നിങ്ങളുടെ കഴിവിനെ ഞാൻ മാനിക്കുന്നു. പക്ഷേ ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ വളരെയധികം പരിതാപകരമാണ്. നിങ്ങൾ കഠിനമായ തീരുമാനങ്ങളൊന്നും എടുക്കാൻ തയ്യാറല്ല എങ്കിൽ ഇതിനുള്ള പരിഹാരം വേറെയുണ്ട്. സഞ്ജയുടെ വാക്കുകൾ കഠിനമായ വാക്കുകളായിരുന്നു. കഠിനമായ തീരുമാനങ്ങൾ എടുക്കാൻ ഞാൻ തയ്യാറാണ് സഞ്ജയ്. പക്ഷേ കമ്പനിയുടെ ഹൃദയത്തിൻ്റെ വിലയിടാനായിരിക്കില്ല എൻ്റെ തീരുമാനം. എനിക്കിതൊരു ബിസിനസ് മാത്രമല്ല, പാരമ്പര്യമായി കൈമാറി വന്ന ഒരു ബിസിനസ്സാണിത്. അതിലുപരി ഇതൊരു കുടുംബമാണ്. അത് മുറുകെ പിടിക്കാൻ അല്ലെങ്കിൽ കൈവിട്ടു പോവാതിരിക്കാൻ ഞാൻ എന്തും ചെയ്യും. എനിക്കതെൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് നീലിമ സഞ്ജയോട് പല കാര്യങ്ങളങ്ങ് വെട്ടിത്തുറന്നു തന്നെ പറയുന്നുണ്ട്. പക്ഷേ സഞ്ജയുടെ ഓഫറുകളോ അല്ലെങ്കിൽ അവൻ്റെ ഭീഷണി നിറഞ്ഞ വാക്കുകളോ ഒന്നും നീലിമയെ ഒരു തരത്തിലും തളർത്തിയിരുന്നില്ല. അതിലവൻ കൂടുതൽ നിരാശയായിട്ടാണ് കാണപ്പെടുന്നത്. ഏതു വിധേനയും ലാവണ്യയ്ക്ക് വേണ്ടിയിട്ട് സ്റ്റാർഡം മീഡിയ സ്വന്തമാക്കിയേ തീരുവെന്ന് സഞ്ജയ് മനസ്സിൽ ഉറപ്പിച്ചു. നീലിമ, നിങ്ങൾ എൻ്റെ ഓഫർ സ്വീകരിക്കാത്തതുകൊണ്ട് തന്നെ എനിക്ക് മറ്റു വഴികൾ തേടേണ്ടി വരും. നിങ്ങളുടെ ശത്രുത സമ്പാദിച്ചുകൊണ്ട് തന്നെ ആ സ്റ്റാർഡം മീഡിയ ഏറ്റെടുക്കാനാണെങ്കിൽ ഞാൻ അങ്ങനെയും ചെയ്യും. എൻ്റെ ഓഫറുകളെല്ലാം സ്വീകരിച്ച് മുന്നോട്ട് പോവുകയല്ലാതെ വേറൊരു വഴിയുമില്ല. എൻ്റെ ഓഫറുകൾ സ്വീകരിക്കാതെ നിങ്ങൾ എപ്പോഴെങ്കിലും തോൽക്കും. സഞ്ജയ് ആ ഒരു നിരാശ മറച്ചുവെച്ചു ഭീഷണിയുടെ സ്വരത്തിൽ തന്നെ വീണ്ടും അങ്ങ് സംസാരിക്കാണ്. നീലിമ പുറകിലേക്ക് ചാഞ്ഞിരുന്നു കൊണ്ട് വീണ്ടും അവനെ തന്നെ നോക്കി. നിങ്ങൾക്ക് അതിനുവേണ്ടി ശ്രമിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അത് നിങ്ങൾക്ക് നല്ലതിനാവില്ല. ഞാനത് ഉറപ്പിച്ചു പറയാണ്. ഞാൻ നിങ്ങളോട് പോരാടാൻ തന്നെ തയ്യാറായി കഴിഞ്ഞു. ഇതുവരെ ഞാൻ മര്യാദയുടെ ഭാഷയിലാണ് നിങ്ങളോട് സംസാരിച്ചത്, ഇതിൽ നിന്ന് പിന്മാറാൻ ആവശ്യപ്പെട്ടതും. പക്ഷേ നിങ്ങൾ അങ്ങനെ അനുസരിക്കാൻ കൂട്ടാക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളോട് എതിർത്ത് നിൽക്കാൻ തന്നെയാണ് എൻ്റെയും തീരുമാനം. നീലിമ അവൻ്റെ ആ ഒരു കണ്ണുകളിലേക്ക് തന്നെ നോക്കി ആത്മവിശ്വാസത്തോടു കൂടെ പറഞ്ഞു. ഞാനും മര്യാദയുടെ ഭാഷയിലാണ് ഇതൊക്കെ ഇടപെട്ട് പറഞ്ഞത്. നല്ലൊരു ഓഫറും ഞാൻ വാഗ്ദാനം ചെയ്തു. അത് അഹങ്കാരം കൊണ്ട് താൻ സ്വീകരിച്ചില്ലല്ലോ. പരിഹാസത്തോടു കൂടി തന്നെ സഞ്ജയ് നീലിമയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. നിങ്ങളിപ്പോഴും എന്നിങ്ങനെ വില കുറച്ച് കാണുകയാണ് സഞ്ജയ്. അത് നിങ്ങൾക്ക് ദോഷം മാത്രമേ ചെയ്യുള്ളൂ. എനിക്ക് വ്യക്തിപരമായി ഒരു വിദ്വേഷവും നിങ്ങളോടില്ല. അതുകൊണ്ടാണ് ഈ തീരുമാനത്തിൽ നിന്നും മാറി നിൽക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടത്. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ തീരുമാനം മാറ്റാൻ തയ്യാറാവാത്തത് കൊണ്ട് തന്നെ ഞാനും പോരാടാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. സ്റ്റാർഡം മീഡിയയുടെ പ്രതിരോധത്തിലും ശക്തിയിലും എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഈ യുദ്ധത്തിൽ ആരാണ് അവസാനം ജയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നീലിമ അവനെ തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഞാനൊരു ഓഫർ മുന്നോട്ട് വെച്ചു, നിങ്ങളത് നിരസിച്ചു. അതുകൊണ്ട് അതിൻ്റെ അനന്തരഫലങ്ങൾ നിങ്ങൾ നേരിടാൻ തയ്യാറായിക്കോളൂ. സഞ്ജയും വിട്ടുകൊടുത്തില്ല. സഞ്ജയ്, സ്റ്റാർഡം മീഡിയ ശത്രുപരമായ ആ ഒരു രീതിയിൽ തന്നെ ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാകുന്നതിൻ്റെ അനന്തരഫലങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിച്ചാൽ അത് ഞങ്ങളെ മാത്രമല്ല ബാധിക്കുക, ഒരു കൂട്ടം അഭിനേതാക്കളെയും അതുപോലെ തന്നെ സംവിധായകരെയൊക്കെ തന്നെയാണ് ഇത് ബാധിക്കുന്നത്. ഇതിൽ പിന്നിൽ ധാരാളം ആൾക്കാരുടെ കഷ്ടപ്പാടുണ്ട്. അവരുടെ നിലനിൽപ്പ് കൂടി നിങ്ങൾ അപകടത്തിലാക്കരുത്. നീലിമ ഓർമ്മപ്പെടുത്തൽ എന്ന നിലയിലാണ് അത് പറഞ്ഞത്. നീലിമ, ഈ ഓഫീസിൽ ഞാൻ നിങ്ങളെക്കാൾ മുന്നേ നിലയുറപ്പിച്ച ഒരാളാണ്. കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യണമെന്നും ഏത് വഴിക്ക് കൊണ്ടുപോകണമെന്നും എനിക്ക് നന്നായിട്ടറിയാം. കേവലം ഇതൊരു ബിസിനസ് മാത്രമാണ്. സ്റ്റാർഡം മീഡിയ ഞാൻ ഏറ്റെടുക്കുന്നതോടുകൂടി തന്നെ ഷെയർ ഹോൾഡേഴ്സിന് ലാഭം ഉണ്ടാക്കാൻ മാത്രമേ എനിക്ക് സാധിക്കുകയുള്ളൂ. എൻ്റെ നേതൃത്വത്തിൽ കൂടുതൽ ലാഭം നേടാനുള്ള സാധ്യത അവർക്കുണ്ടായിരിക്കും. അതുകൊണ്ട് അവർ ആ ഒരു സമയത്ത് എന്നെ പിന്തുണയ്ക്കുകയും ചെയ്യും. സഞ്ജയ്ക്ക് എല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ച മട്ടാണെന്ന് നീലിമയ്ക്ക് ഏകദേശം മനസ്സിലായി. നിങ്ങളുടെ പണവും സ്വാധീനവും ഉപയോഗിച്ച് ഷെയർ ഹോൾഡർമാരെ കയ്യിലെടുത്ത് ശത്രുപരമായ ഈ ഒരു ഏറ്റെടുക്കലുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കമ്പനിയുടെ പാരമ്പര്യത്തെ മാനിക്കാത്ത ഒരു ബിസിനസ്മാനായിട്ട് നിങ്ങൾ ഫേമസ് ആവാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആരെയും സ്വാധീനിക്കാനോ ഒന്നും കഴിയില്ല എന്ന് എനിക്ക് നല്ലതുപോലെ വിശ്വാസമുണ്ട്. പക്ഷേ നീലിമയുടെ ആരോപണങ്ങളെല്ലാം തന്നെ സഞ്ജയ് തള്ളിക്കളയാണ്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടും ഒരു കാര്യമില്ല നീലിമ. ഷെയർ ഹോൾഡർമാർക്ക് അവരുടെ നിക്ഷേപങ്ങളിൽ താല്പര്യമുണ്ടായിരിക്കും. ഞാനൊരു കമ്പനി ഏറ്റെടുക്കുമ്പോൾ അവരുടെ സ്റ്റോക്കിന് കൂടുതൽ പണം ലഭിക്കുമെങ്കിൽ ഉറപ്പായിട്ടും അവർ എന്നെ തന്നെ പിന്തുണയ്ക്കുകയേ ചെയ്യത്തുള്ളൂ. സഞ്ജയുടെ ആത്മവിശ്വാസം വളരെ വർദ്ധിച്ചു തന്നെയായിരുന്നു. ഇത് ഇത്ര സിമ്പിളാണെന്നൊന്നും വിചാരിക്കേണ്ട സഞ്ജയ്. ബന്ധങ്ങളുടെ പ്രാധാന്യത്തെ നിങ്ങൾ വില കുറച്ച് കാണുകയാണോ? സ്റ്റാർഡം മീഡിയയുടെ അഭിനേതാക്കളും സംവിധായകരും എന്നെ എൻ്റെ കമ്പനിയിലെ ആൾക്കാരൊക്കെ പൂർണ്ണമായി വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഞങ്ങളുടെ കൂടെ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കമ്പനിയുടെ മൂല്യങ്ങൾ മാറ്റുകയാണെങ്കിൽ അവർ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. നീലിമ വെല്ലുവിളിക്കും പോലെയാണ് പറഞ്ഞത്. ഇത് ബന്ധങ്ങളുടെ മൂല്യങ്ങളെക്കുറിച്ചുള്ള കാര്യമല്ല നീലിമ, എല്ലാം ബിസിനസ്സാണ്. ഷെയർ ഹോൾഡർമാരുടെ ലാഭം വർദ്ധിപ്പിക്കാൻ എനിക്ക് കഴിയുമെങ്കിൽ അതല്ലേ ഏറ്റവും പ്രാധാന്യം. കമ്പനി സാമ്പത്തിക തകർച്ചയിലായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആർക്കും അത് നികത്തി കൊടുക്കാനൊന്നും കഴിയില്ലല്ലോ.
വെറും സാമ്പത്തിക നേട്ടത്തിനായി ഈ വ്യവസായത്തിൻ്റെ പ്രധാന ഘടകങ്ങളായിട്ടുള്ള അഭിനേതാക്കളെയും അതുപോലെ തന്നെ സംവിധായകരെയും മാറ്റി നിർത്താൻ നിങ്ങൾ തയ്യാറാണ്. പക്ഷേ ഞങ്ങൾ കെട്ടിപ്പടുത്ത ബന്ധങ്ങൾ നിങ്ങൾ മാറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് നശിപ്പിക്കുകയാണെങ്കിൽ സ്റ്റാർഡം മീഡിയയെ ഒരിക്കലും വിജയിപ്പിക്കാൻ നിങ്ങളെക്കൊണ്ട് കഴിയില്ല. ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ വിജയത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റാർഡം മീഡിയ എന്ന കമ്പനിയുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് തന്നെ അതിലുള്ള ഈ ഒരു അഭിനേതാക്കളും അതുപോലെ തന്നെ സംവിധായകരും ഷെയർ ഹോൾഡേഴ്സും ഒക്കെ തന്നെയാണെന്ന് നീലിമ പറഞ്ഞു. നിന്റെ ആദർശമൊക്കെ കൊള്ളാൻ നീലിമ, നിന്റെ വിശ്വാസമൊക്കെ കൊള്ളാൻ നീലിമ. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് എല്ലാവരുടെയും മികച്ച താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എന്നാണ്. അല്ലാതെ എൻ്റെ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. വാക്കുകൾ കൊണ്ടാണ് സഞ്ജയ് നീലിമയെ പ്രതിരോധിക്കുന്നത്. ഷെയർ ഹോൾഡേഴ്സിനെ സ്വാധീനിച്ച് കമ്പനി ഇവരുടെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്നുള്ളത് നീലിമയ്ക്ക് മനസ്സിലായി. എങ്ങനെയായാലും ഇവനെ നേരിട്ടേ മതിയാവൂ. പക്ഷേ അത് എങ്ങനെ നേരിടുമെന്ന് നീലിമക്കറിയാത്ത ആ ഒരു നിമിഷം നീലിമ ആകെ പകച്ചു പോവാണ്. ഇനി വരാൻ പോകുന്ന സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പൊക്കെ തന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നാളെ ഇതേ സമയത്തായിരിക്കും നെക്സ്റ്റ് എപ്പിസോഡ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടവരുണ്ടെങ്കിൽ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമൻസിലൂടെ അറിയിക്കാൻ മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.